ഇനി നമ്മൾ തപാൽ വിലാസം എഴുതുമ്പോൾ, അതായത് ടൂം ഫ്രം ഒക്കെ എഴുതുമ്പോൾ നീട്ടി വലിച്ച അഡ്രസ്സ് എഴുതണ്ട. UPID പോലെ ഇനി നമുക്ക് തപാൽ വിലാസം എഴുതി നമ്മുടെ കൊറിയേഴ്സും ലെറ്റേഴ്സും ഒക്കെ അയക്കാൻ പറ്റും. എങ്ങനെയാണല്ലേ? ധ്രുവ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ പേര് വരുന്നത് കേട്ടോ. ഡിജിറ്റൽ ഹബ്ബ് ഫോർ റെഫറൻസ് ആൻഡ് യൂണിക് വെർച്വൽ അഡ്രസ് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. സംഭവം വേറെ ഒന്നല്ല. ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ ആണെങ്കിൽ അവര് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ പ്രോപ്പർ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമ്മുടെ അഡ്രസ്സ് കറക്റ്റ്, നമ്മുടെ അഡ്രസ്സിലേക്ക് തന്നെ കറക്റ്റ് ഈ കൊറിയേഴ്സും എല്ലാം എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു 5 സംസ്ഥാനങ്ങളിൽ ഈ ഒരു പരീക്ഷണം നടത്തി അത് വിജയിച്ചു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ നാടുകളിലേക്കൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ എൻ്റെ പേര് ബ്യൂല എന്നാണെങ്കിൽ ബ്യൂല ബാബു @ധ്രുവ എന്നായിരിക്കും എൻ്റെ ഒരു ID, അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 680664 ഇത്രയാണല്ലോ ഇപ്പോൾ കൊടുങ്ങല്ലൂരത്തെ ഒരു പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. അത് നോർമലി ഒരു 10 ഡിജിറ്റ് ആക്കാൻ പോവാ. ഈ 10 ഡിജിറ്റ് ആക്കുമ്പോൾ ആളുകൾക്ക് അത് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, മറന്നുപോലും. നമ്മൾ ഫോൺ നമ്പർ തന്നെ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ടാണ് ഈ UPI ID ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ DGP, നമ്മുടെ ലൊക്കേഷന്റെ DGP അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. സോ അതിൽ നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനെ പ്രതിനിധീകരിക്കുന്ന DGP ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഉദ്യമത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളൂ.